ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇടവം രാശിയിൽ നിന്നും സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവ്യ മുഹൂർത്തമാണ് നാളെ. 1201 മിഥുനം 1 2026 ജൂൺ 15, അതായത് നാളെ തിങ്കളാഴ്ച പകൽ 12 മണി 52 മിനിറ്റ്, ഉദയാൽപരം 16 നാഴിക 50 വിനാഴികയ്ക്ക് മകയിരം നക്ഷത്രം 3-ാം പാദത്തിൽ മിഥുനക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് നടക്കുന്ന സംക്രമ സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നത് വളരെയധികം പുണ്യപ്രദമാണ്. അതുപോലെ സംക്രമം മകീരം നക്ഷത്രം 3-ാം പാദത്തിൽ നടക്കുന്നതിനാൽ ഈയൊരു നക്ഷത്ര ജാതകരും മിഥുനക്കൂറിൽ ജനിച്ചവരും സംക്രമ ദോഷ പരിഹാരത്തിന് പ്രത്യേകം വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ ഈയൊരു സംക്രമ ദിവസം രാവിലെ എല്ലാവരും ദോഷാധിക്യമുള്ള നക്ഷത്ര ജാതകരായ ആളുകൾ പ്രത്യേകിച്ചും ദീപം തെളിയിച്ച് ഗണപതി, ആദിത്യൻ, ശിവൻ, വിഷ്ണു അവതാരമൂർത്തികൾ എന്നിവരെ പ്രാർത്ഥിക്കുന്നത് ഈയൊരു മാസം വന്നു ചേരുന്ന എല്ലാവിധ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാനും നല്ല കാര്യങ്ങൾ നടന്നു കിട്ടുവാനും വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, മനോവിഷമം, അപകടം എന്നിവ ഒഴിവാക്കുവാൻ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി ഹോമം, സുദർശന മന്ത്രജപം, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ ജപം, ജലധാര എന്നിവയെല്ലാം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. പ്രത്യേകിച്ചും മീനസംക്രമം, ആഗ്നേയ പൂജയ്ക്കും സൂര്യപ്രീതികരമായ കർമ്മങ്ങൾക്കും വളരെയധികം വിശേഷമാണ്. ഈയൊരു കാലം ഇടവം രാശിയിൽ നിന്നും ബന്ധുക്ഷേത്രത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത് ഗോചരാൽ മേടം, മകരം, കന്നി, ചിങ്ങം കൂറുകളിൽ ജനിച്ച ആളുകൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരും. ഈയൊരു നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ അഭിവൃദ്ധി, ഐശ്വര്യം, സുഖ അനുഭവങ്ങൾ, ആഗ്രഹ സാഫല്യം എന്നിവയുണ്ടാകും. പക്ഷേ മിഥുനം, വൃശ്ചികം, കർക്കിടകം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ദോഷഫലങ്ങൾ താരതമ്യേന വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ്. നിങ്ങൾ ദോഷപരിഹാരമായി വഴിപാടുകൾ നടത്തേണ്ടതാണ്. ഈയൊരു സംക്രമം തുലാം, ധനു, കുംഭം, മീനം, ഇടവം രാശികളിൽ ജനിച്ച ആളുകൾക്കും വളരെയധികം ദോഷഫലങ്ങളുണ്ടാകും. അതിനാൽ തന്നെ നിങ്ങളും ദോഷപരിഹാരമായി നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ അർച്ചന, പിൻവിളക്ക് ദേവിക്ക് ഭാഗ്യസൂക്തം, നെയ്വിളക്ക്, വിഷ്ണു ഭഗവാന് സുദർശന മന്ത്രം കൊണ്ട് അർച്ചന എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരി മന്ത്രം, ആദിത്യ ഹൃദയം, മഹാസുദർശന മാല മന്ത്രം എന്നിവ ജപിക്കുന്നതും ഗുണകരമാണ്. നാളെ 1-ാം തീയതി ആയതിനാൽ തന്നെ രാവിലെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും സംക്രമ രോഗങ്ങൾ, ദോഷങ്ങൾ എന്നിവയെല്ലാം കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഞാനീ പറയുന്ന നക്ഷത്രങ്ങളിൽ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടം കിട്ടിയാൽ ഈയൊരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും അത്ഭുതങ്ങളും നടക്കും. ജ്യോതിഷപരമായി മിഥുനം 1-ആയ നാളെ ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം അവസരങ്ങളും സാമ്പത്തിക പുരോഗതിക്കും വഴിയൊരുക്കുന്ന ഒരു മാസമാണ്. എന്നാൽ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഈയൊരു നാളുകാരിൽ നിന്നും കൈനീട്ടം ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും വന്നു ചേരും. ഞാൻ ഈ പറയുന്നത് കൈനീട്ടം ലഭിച്ചാൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നക്ഷത്ര ജാതകരാണ്. ആദ്യം രോഹിണി നക്ഷത്ര ജാതകരാണ്. രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും ഗുണഫലങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. കൈനീട്ടം ലഭിച്ചാൽ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ
വളരെയധികം നേട്ടങ്ങളും സഹായ സഹകരണങ്ങളും വലിയ മാറ്റങ്ങൾക്കും തുടക്കമാകും. അതായത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന സാമ്പത്തികമായ സമ്മർദ്ദങ്ങളെല്ലാം തന്നെ കുറയുകയും മനസ്സിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ജോലി, വ്യാപാരം എന്നിവയിൽ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ വിജയത്തിലേക്ക് നയിക്കുവാൻ യോഗമുള്ള സമയം കൂടിയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനായി ചെയ്യേണ്ടത് രാവിലെ പ്രാർത്ഥനയോടെ ദിവസം ആരംഭിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക. കഴിയുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായ ഊർജം സമ്മാനിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു മാസമാണ്. അതായത് അപ്രതീക്ഷിത ധനലാഭം, സാമ്പത്തികമായ കുടിശ്ശികകൾ തീർക്കൽ, അതുപോലെ പുതിയ അവസരങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈയൊരു മിഥുന മാസത്തിൽ പ്രതീക്ഷിക്കാം. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈനീട്ടം ലഭിച്ചാൽ ഇത് ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നതാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനായി നിങ്ങളുടെ മുതിർന്ന ആളുകളെ ആദരിക്കുക. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വിധം വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനാവശ്യമായ ചിലവുകളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകരായ നിങ്ങൾ വളരെ നാളുകളായി ആഗ്രഹിച്ച കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും. തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ്. സാമ്പത്തികമായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയൊരു വലിയ മാറ്റം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനും യോഗമുള്ള ഒരു മാസമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനായി ചെയ്യേണ്ടത് വളരെയധികം ക്ഷമയും വിനയവും പാലിക്കുക. അതുപോലെ മറ്റുള്ള ആളുകളെ സഹായിക്കുവാൻ മനസ്സ് കാണിക്കുക. നെഗറ്റീവ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി എല്ലാവിധ കാര്യങ്ങളും പോസിറ്റീവായി ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു മാസം സാമ്പത്തികവും മാനസികവുമായി വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്കൊരു കൈനീട്ടം ലഭിക്കുന്നത് പുതിയ തുടക്കങ്ങളുടെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം. ചിലർക്ക് ജോലി സംബന്ധമായി വളരെ നല്ല വാർത്തകൾ കേൾക്കുവാനും സാധിക്കുന്ന ഒരു മാസമാണ്. ഗുണവർദ്ധനവിനായി നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ വരുമാനത്തിൽ നിന്നും ചെറിയൊരു ഭാഗം ദാനധർമ്മങ്ങൾക്കായി മാറ്റിവെക്കുക. അതുപോലെ കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും പല കാര്യങ്ങളും ജീവിതത്തിൽ ഈയൊരു മാസം വന്നു ചേരും. നഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് ഈയൊരു മാസം പ്രതീക്ഷയുടെ വെട്ടം തെളിയുന്ന ഒരു സമയമാണ്. ഭാഗ്യാനുകൂല്യം വർദ്ധിക്കുകയും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ചെറിയ സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുവാനുള്ള യോഗമുണ്ട്. നിങ്ങൾ ഗുണവർദ്ധനവിനായി രാവിലെ എണീറ്റ് കുളിക്കുക, ശേഷം ദീപം തെളിയിക്കുക, ദിവസം മുഴുവനും നല്ല വാക്കുകൾ സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന പുതിയ അവസരങ്ങളെയെല്ലാം തന്നെ തട്ടിക്കളയാതെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നതും വളരെയധികം ഗുണകരമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നാളെ കൈനീട്ടം ലഭിക്കുന്നത് ശുഭസൂചനയായി ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് പരിശ്രമം, നല്ല തീരുമാനങ്ങൾ, നിയന്ത്രിത ചെലവ്, പോസിറ്റീവായുള്ള സമീപനം എന്നിവയും ആവശ്യമാണ്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം ലഭിച്ചാൽ ഗുണകരമാകുന്നത് എന്ന് പറയാം. ആദ്യത്തെ നക്ഷത്ര ജാതകർ അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകർ ആരംഭങ്ങളുടെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്. ഇവരിൽ നിന്നും നാം കൈനീട്ടം വാങ്ങിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ അവസരങ്ങൾ തുറക്കപ്പെടും. തടസ്സങ്ങളെല്ലാം തന്നെ കുറയുന്നതാണ്.
അതുപോലെ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമായി കിട്ടുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. സമ്പത്തിൻ്റെയും വളർച്ചയുടെയും നക്ഷത്രമായി കരുതുന്ന രോഹിണി നക്ഷത്ര ജാതകരായ ഇവരിൽ നിന്നും കൈനീട്ടം ലഭിച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുറയുകയും കുടുംബ സൗഖ്യം വർദ്ധിക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ ലഭിക്കുന്ന ഒരു മാസമായി മാറുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ഈയൊരു നക്ഷത്ര ജാതകരായ ആളുകൾ ഐശ്വര്യത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും പ്രത്യേകമായി കണക്കാക്കപ്പെടുന്ന ആളുകളാണ്. പൂയം നക്ഷത്രക്കാരായ ഇവരിൽ നിന്നും ലഭിക്കുന്ന കൈനീട്ടം സാമ്പത്തികമായ നമ്മുടെ വളർച്ചയ്ക്കും തൊഴിൽ നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ഈയൊരു അനിഴം നക്ഷത്ര ജാതകർ സൗഹൃദത്തിൻ്റെയും പിന്തുണയുടെയും ശക്തി ഉള്ള ആളുകളാണ്. ഇവരിൽ നിന്നും കൈനീട്ടം ലഭിച്ചാൽ പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാനും പുതിയ വഴികൾ കണ്ടെത്തുവാനും നമുക്ക് കഴിയുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്രം എന്ന് പറയുന്ന ജാതകക്കാർ സമാപനത്തിൻ്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ്. ഇവരിൽ നിന്നും നാം കൈനീട്ടം വാങ്ങിയാൽ ദീർഘകാലമായി നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാനും കാരണമാകും. ഈയൊരു വിശ്വാസം കൈനീട്ടം നാം സ്വീകരിക്കുമ്പോൾ പണത്തിൻ്റെ തുകയേക്കാൾ അത് നൽകുന്ന വ്യക്തിയുടെ സ്നേഹവും അനുഗ്രഹവുമാണ് പ്രധാനം. ശുദ്ധ മനസ്സോടെ ലഭിക്കുന്ന ഈ ഒരു കൈനീട്ടം നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യത്തിന് കാരണമായി മാറട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.